നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ മോർണിംഗ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ? ഈ ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. ഒരു നല്ല ജോലി കിട്ടണം, വീട്ടുകാരുടെ മുമ്പിൽ നിന്ന് പ്രൗഡായിട്ട് നിൽക്കണം എന്നൊരു സാധനം എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. ടാനിയൊക്കെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ എന്തൊക്കെ ആ സാലറി കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ നേരത്തെ ഉണ്ട്. ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഒരുപാട് പേരുമുണ്ട്. ആ ജോലിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഒപ്പിച്ചൊക്കെ കൊടുക്കും. അത് നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കും എങ്കിലും എവിടുന്നേലും ഒക്കെ മേടിച്ച് ഒപ്പിച്ച് ഒരു ജോലി കിട്ടാൻ നമ്മളെല്ലാം ചെയ്യാൻ തയ്യാറാണല്ലോ. ആ സമയത്താണ് ഇവർ പറ്റിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത്. അതെ, അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ പറ്റിക്കാതിരിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് മോർണിംഗ് ഡ്രൈവിലൂടെ ഞങ്ങൾ പറയുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ജോലിക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത് ചാടിക്കയറി സ്വീകരിക്കാതിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എക്സ്പീരിയൻസും സ്കില്ലും ആവശ്യമില്ലാത്ത ജോലിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് സാലറി ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷം ആൾക്കാരെ പറ്റിക്കാറുണ്ട്. അങ്ങനെയുള്ള പറ്റിപ്പുണ്ടെങ്കിൽ ആ ജോലിയെ പറ്റി നമ്മൾ നന്നായിട്ടൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളൊന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അത്തരത്തിലൊരു കമ്പനി ഉണ്ടോ ഇല്ലയോ, അവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു കാരണവശാലും മുൻകൂറായിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ജോലി കിട്ടിയ ഉടനെ കയറി അവർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ തീർച്ചയായും മുൻകൂറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കത്തില്ല. പല ആൾക്കാരും ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പല സൈറ്റുകൾ കയറി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ കയറി മാത്രം നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഈ ഏജൻസിയൊക്കെ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് പുറത്തൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ജോലി കിട്ടുന്ന സംഭവം ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. അപ്പൊ ഈ ഏജൻസിയൊക്കെ എത്രത്തോളം ജെന്യുവൻ ആണ്, ഏജൻസി അവിടെ ഉണ്ടോ, അവർ പറയുന്ന ജോബ് അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ അവരെ മാത്രം നോക്കി നിൽക്കാതെ നമ്മളും കൂടെ ഒന്ന് അന്വേഷിക്കുക. അബ്സല്യൂട്ട്ലി റൈറ്റ്. അതുപോലെ തന്നെ പരമാവധി ഇടനിലക്കാരില്ലാതെ സ്ഥാപനവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുക. മാത്രമല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഇവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് ചിലപ്പോൾ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലയിലെ പോലീസ് സൂപ്രണ്ടുമായോ അല്ലെങ്കിൽ കമ്മീഷണറുമായിട്ടോ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നമുക്ക് പരാതി നൽകാവുന്നതാണ്. ഇതുപോലത്തുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മോർണിംഗ് ഡ്രൈവ് വഴി. കൂടെയുണ്ട് ജോബി ആൻഡ് ടാനിയ.